കോൺഗ്രസിനെതിരെ പി അൻവറിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിൽ കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം അൻവർ കോൺഗ്രസിനെ വിമർശിക്കാൻ ഒരു കാരണമുണ്ട്. അത് അൻവറിനും മുഖ്യമന്ത്രി വി സതീശനും മാത്രമായിരുന്ന അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഒരു പ്രത്യേക ദൗത്യവുമായി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും അതിന് കഴിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈമലർത്തിയതോടുകൂടിയാണ് വിരോധം പരസ്യമായി മാറിയത്. അൻവറിനെ എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമെന്ന് അറിയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. തന്നെ പരാജയപ്പെടുത്തിയത് ചേർത്തു നിർത്താൻ ബാധ്യസ്ഥപ്പെട്ടവർ തന്നെയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചുവെന്നും ഇതാണ് തന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂരിലെ തോൽവിയെക്കുറിച്ച് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ നടത്തിയ പ്രസംഗത്തിലെ ഭാഗം പങ്കുവച്ചുകൊണ്ടാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചതിച്ചതാര്? ചന്തു തന്നെ. മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വിളിച്ചു പറഞ്ഞത് കേട്ടു. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും എന്നെ വിജയിപ്പിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധ്യസ്ഥപ്പെട്ടവർ തന്നെയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവിനും കുടുംബാംഗങ്ങൾക്കും എതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നുവരുന്ന വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അതിലൊരാൾ എനിക്കെതിരെ മത്സരിച്ച നിങ്ങൾ വിജയിപ്പിച്ചു എന്ന് വീരവാദം മുഴക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. 1.5 വർഷമായി ഞാൻ നടത്തിയ പോരാട്ടത്തിന്റെ അർത്ഥവും സത്യവും വെളിവാക്കുന്ന രീതിയിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ പിണറായിസത്തിനും മരുമോനിസത്തിനും കുടുംബാധിപത്യത്തിനും എതിരായി ഞാൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് 102 സീറ്റിന്റെ ഉയരത്തിലേക്ക് ചവിട്ടിക്കയറാൻ UDFനെ പ്രാപ്തമാക്കിയത്. ആ 102-ൽ എനിക്ക് ഗുരുതുല്യമായവരും അഭിവന്ദ്യരും സമാന്തര രീതിയിലുള്ളവരും എല്ലാ വ്യക്തിത്വവുമുണ്ട്. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിച്ചാൽ പോലും കെട്ടിവെച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം പേരും വിജയിച്ചത് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പിണറായിസത്തിന്റെ മുഖം മൂടി വലിച്ചു കീറി എന്റെ ആരോഗ്യവും ജീവനും സമ്പത്തും വകവെക്കാതെയും പരിഗണിക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ തുറന്നു കാണിച്ചത് കൊണ്ടാണ് എന്ന് മറക്കരുത്. മലർന്നു കിടന്ന് തുപ്പുന്നവർ ഈ മുന്നണിയുമായി സഹകരിക്കാൻ ഭാവിയിലും അയക്കാവുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രചരണത്തിന് എത്തിയ നിലവിലെ മുഖ്യമന്ത്രി ഒരു യോഗത്തിൽ വെച്ച് ബേപ്പൂരിൽ അൻവറിനെ വിജയിപ്പിച്ചാൽ ബേപ്പൂരിനൊരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടവരുടെ ഉറക്കം കെട്ടിരുന്നു എന്നതും പുനർപരിശോധിക്കേണ്ടത് ഉണ്ട്. ഇത് കണ്ടപ്പോൾ ബ്രൂട്ടസെ നീയും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്കിന്ന് തന്നെ മനസ്സിലായ കാര്യമാണ്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണവും അതാണ്. ചേർത്തു പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ എനിക്ക് ജാള്യതയുണ്ട്. തന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്നതാണ് അത്. ഞങ്ങൾ ചതിച്ചു തന്നെ എന്ന് വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്തവർ ഉണ്ടെങ്കിൽ ഇനിയും പറയട്ടെ. പക്ഷേ രാവും പകലുമില്ലാതെ എന്റെ കൂടെ പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകരോടും അവരുടെ കുടുംബാംഗങ്ങളോടും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും പിണറായിസത്തിനെതിരെ കൈകോർത്തു തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ സഖാക്കൾ അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും എന്നും എന്റെ മനസ്സിൽ സുദൃഢമായി തന്നെ ഇരിക്കും. എന്നാൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് വിഹിതത്തിൽ UDFന് വൻ കുതിപ്പുണ്ടായി എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. LDFന് ഇത്തവണ വോട്ട് വിഹിതത്തിൽ വലിയ കുറവുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 53,418 വോട്ടുകൾ മാത്രം ലഭിച്ച UDF ഇത്തവണ 74,362 വോട്ടുകൾ നേടി നില മെച്ചപ്പെടുത്തി. അൻവറിന് 20,944 വോട്ടുകൾ അധികം നേടാനും കഴിഞ്ഞു. 2021 LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിനും ലഭിച്ച 22,747ന്റെ ഭൂരിപക്ഷം ഇത്തവണ 7,487 ആക്കി കുറയ്ക്കാനും കഴിഞ്ഞു. UDFന് അത് നേട്ടവുമായി. LDFന് ഇത്തവണ വോട്ട് വിഹിതത്തിലും വലിയ കുറവുണ്ടായി. മുഹമ്മദ് റിയാസിന് 81,849 വോട്ടുകളാണ് ലഭിച്ചത്. 2021 82,765 വോട്ടുകളാണ് കിട്ടിയത്. 318 വോട്ടുകളുടെ കുറവ്. 2021 ആകെ പോൾ ചെയ്തതിന്റെ 49.73% വോട്ടുകൾ നേടിയ റിയാസിന് ഇത്തവണ 44.34% വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി KP പ്രശാന്ത് ബാബുവിന് കഴിഞ്ഞ തവണ ലഭിച്ച 26,267 വോട്ടിനേക്കാൾ 276 വോട്ടുകൾ മാത്രമാണ് അധികം നേടാനായത്. ഇത്തവണ NDAക്ക് ലഭിച്ചത് 26,543 വോട്ടുകൾ. ഇത്തവണ 83.7
0.74% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ 10,499 വോട്ടർമാർ അധികം ഉണ്ടായിരുന്നു. 2021 20,850 വോട്ടുകൾ അധികമായി രേഖപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കണക്കിൽ കോർപ്പറേഷൻ ബേപ്പൂർ മേഖലയിൽ 2021 12,588 വോട്ടുകളുടെ ലീഡ് നേടിയ LDF-ന് ഇത്തവണ 5,980 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ചെറുവള്ളൂർ നല്ലളം മേഖലയിൽ LDF-ന് 6,946 വോട്ടിന്റെ ലീഡുണ്ടായത് ഇത്തവണ 1,703 കുറഞ്ഞു. രാമനാട്ടുകര നഗരസഭയിൽ കഴിഞ്ഞ തവണ LDF-നും 1,398 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നെങ്കിലും ഇത്തവണ UDF-നാണ് ചെറിയ മേൽക്കൈ. 145 വോട്ടിന്റെ ലീഡുണ്ട്. 2021 LDF 1,383 വോട്ടുകളുടെ ലീഡ് നേടിയ ഫറോക്ക് നഗരസഭയിൽ ഇത്തവണ UDF 2,804 വോട്ടിന്റെ വ്യക്തമായ ലീഡ് നേടി. പരമ്പരാഗതമായി LDF-നെ പിന്തുണയ്ക്കുന്ന കടലുണ്ടി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDF-നുണ്ടായ 5,638 വോട്ടുകളുടെ ലീഡ് ഇത്തവണ 2,446 വോട്ടായി കുറഞ്ഞു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ബേപ്പൂർ ചെറുവള്ളൂർ മേഖലയിലെ 14 വാർഡുകളിൽ നിന്നും LDF-ന് 32,230 വോട്ടുകളും UDF-ന് 26,311 വോട്ടുകളുമാണ് ലഭിച്ചത്. അന്ന് രണ്ടിടത്തായി 5,919 വോട്ടിന് ലീഡ് നേടിയ LDF ഇത്തവണ നിയമസഭയിലേക്ക് 7,683 വോട്ടുകൾ നേടി ലീഡ് വർദ്ധിപ്പിച്ചു. രാമനാട്ടുകര നഗരസഭയിൽ UDF-ന് 2,141 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായത്. ഇപ്പോൾ 145 കുറഞ്ഞു. ഫറോക്ക് നഗരസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് 3,096 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ 2,804 കടലുണ്ടി പഞ്ചായത്തിൽ LDF-നുണ്ടായിരുന്ന ലീഡ് 658 വോട്ടുകളിൽ നിന്ന് 2,446 ഉയർത്താനും കഴിഞ്ഞു. ഇവിടെയാണ് അൻവറിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. അതാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞത്. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF തോൽവിക്ക് കാരണം PV അൻവർ സ്ഥാനാർത്ഥിയാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. കൈപ്പത്തിയിലോ കോണി ചിഹ്നത്തിലോ മത്സരിക്കാത്തതാണ് തിരിച്ചടിയായത് എന്ന പ്രവർത്തകരുടെ വികാരം മാത്രമാണ് താൻ പങ്കുവച്ചതെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. വിവാദ പരാമർശത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായി പ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നു വന്നത് എന്നും വ്യക്തമാക്കിയിരുന്നു.